ഹായ് ഓൾ. അപ്പോൾ നാളെ നമുക്ക് മാത്സിൻ്റെ എക്സാം ആണല്ലേ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതുപോലെ ഒരു സ്ക്വയറൊക്കെ തരും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാമല്ലേ. അതായത് ഒരു സംഖ്യയുടെ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ വർഗ്ഗം കാണുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ഇവിടെ നമുക്കൊരു 2500 എന്നൊരു സംഖ്യയുണ്ട്, 81 എന്ന മറ്റൊരു സംഖ്യയുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഇവിടെയുള്ള സംഖ്യ എന്തോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. അതേപോലെ തന്നെ ഇവിടെയുള്ള സംഖ്യ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാകുന്നത്. ചതുര ഗുണനമാണ് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗ്രിഡ് അല്ലെങ്കിൽ സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ 2 0 ആണ് ഇവിടെ കാണുന്നതെങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാം ഇവിടെ ഒരു 0 ഉണ്ടെന്ന്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള സംഖ്യ ഉണ്ടല്ലോ, ആ 0 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സംഖ്യ 25 ആണ്. ഈ 25 എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് എന്ന് നോക്കണം. അപ്പോൾ നമുക്കറിയാം 1ൻ്റെ വർഗ്ഗം 1 ആണ്, 2ൻ്റെ വർഗ്ഗം 4 ആണ്, 3 9 ആണ്, 4ൻ്റെ വർഗ്ഗം 16 ആണ്, 5ൻ്റെ വർഗ്ഗമാണ് 25 വരുന്നത് അല്ലേ. സോ നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് 50 എന്ന സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സംഖ്യ ഏതാണ്? 50 ആണ്. അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അല്ലേ. 50 × 50 ആണ് 2500 എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ളത് 81 ആണ്. ഈ 81 എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെ വർഗ്ഗമാണ്? 9 × 9 ആണ് അല്ലേ. 9ൻ്റെ വർഗ്ഗമാണ് 81 എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ എന്താണ് വരുന്നത്? ഇവിടെയും 9 ആയിരിക്കും, അതേപോലെ തന്നെ ഇവിടെയും 9 ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് സി എന്താണെന്നാണ്. അപ്പോൾ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ മുകളിലുള്ള സംഖ്യയും അതേപോലെ തന്നെ സൈഡിലുള്ള സംഖ്യയുമാണ് നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 50 × 9 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 9 × 50 നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? 450 ആണ്. ഓക്കെ, ആ സംഖ്യ ഇവിടെ ഏത് സംഖ്യയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. സോ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും? 450 എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പൂർത്തിയാക്കുക എന്ന രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ വേറെയും ഉണ്ടാവും. വിച്ച് നമ്പർ ഈസ് കമ്പ്യൂട്ടഡ് ഹിയർ. ഇവിടെ നിങ്ങൾ ഏത് സംഖ്യയുടെ ഗുണിതമാണ് അല്ലെങ്കിൽ വർഗ്ഗമാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ആ സംഖ്യയുടെ വർഗ്ഗം കാണുക എന്നും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ A+B എന്താണെന്ന് നോക്കണം. അതായിരിക്കും ആ ഒരു സംഖ്യ ആയിരിക്കും ഇവിടെ നമ്മൾ വർഗ്ഗം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ A+B എന്ന് പറഞ്ഞാൽ എന്താണ്? 59 ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് സംഖ്യകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 59 എന്ന സംഖ്യയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്തായിട്ടുള്ളത്? 50 + 9 ആക്കി മാറ്റിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇനി 59ൻ്റെ വർഗ്ഗം നമ്മൾ കണ്ടുപിടിക്കണം എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിനെന്ത് ചെയ്താൽ മതി? 59ൻ്റെ വർഗ്ഗം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു സ്ക്വയറിലുള്ള എല്ലാ സംഖ്യകളെയും കൂടെ നമ്മൾ കൂട്ടി നോക്കണം. 2500, 450, 450 + 81. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. യെസ്, അങ്ങനെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3481 ആണ്. അപ്പോൾ ആ സംഖ്യയുടെ വർഗ്ഗം എത്രയാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കണം കേട്ടോ. ആൻസർ എന്താണ് വരുന്നത്? 3481 എന്ന് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതാ നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ് ഇതും വരുന്നത്. ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കാൻ വേണ്ടി പോകരുത്. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 5.2ൻ്റെ വർഗ്ഗം നമ്മൾ കണ്ടുപിടിക്കണം. 5.2നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 + 0.2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ 5.2ൻ്റെ സ്ക്വയറിന് നമുക്ക് 5 + 0.2ൻ്റെ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി ആദ്യ സംഖ്യയുടെ വർഗ്ഗം എന്താണോ അതാണ് ആദ്യം വരുന്നത്, 5² പ്ലസ് പിന്നെ നമ്മൾക്ക് ഈ തമ്മിൽ ഗുണിക്കുക, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. 5 × 0.2 × 2, അത് നമ്മൾ കോമൺ ആയിട്ട് × 2 എന്ന് പറയുന്നത് എല്ലാ സംഖ്യയുടെയും കൂടെ ഉണ്ടാവും.
ഓക്കെ, +0.2ൻ്റെ വർഗ്ഗം എന്നതാണ് അടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പും കൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 5² + 5 × 2 10 ആണ്. 10 × 2 എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ ഇവിടെ നമുക്ക് 20ന് 0.2 എന്ന് പറയുന്ന പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട്. സോ നമുക്ക് 2.0 എന്നാണ് കിട്ടുന്നത്. സോ 2 എന്ന് മതി. +0.2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് വരുന്നത്. ഇവിടെ 0.2 × 2 എന്ന് പറയുമ്പോൾ 2 സ്ഥാനങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.04 ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യം ഇവിടെ നമുക്ക് വരുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 4.3 ആണ്. ഇതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. 4.3നെ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 4 + 0.3 എന്നാണ് ചെയ്യുന്നത്. 4 + 0.3 ദ ഹോൾ സ്ക്വയർ എന്ന് ചെയ്യും. ഇനി നമ്മൾ 4² + 4 × 0.3 × 2 ഓക്കെ പ്ലസ് എന്ത് ചെയ്യുന്നു, +0.3യുടെ സ്ക്വയർ. ഈ ഭാഗം മാത്രം നമ്മളിവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ എഴുതേണ്ടത് എന്താണ്, 4² + 4 × 0.3 × 2 എന്നതാണ്. ഇനി അടുത്തത് എന്താണ്, 3.2 ആണ് വരുന്നത്. 3.2നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 + 0.2 എന്ന് എഴുതുന്നു. 3 + 0.2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3.2ൻ്റെ സ്ക്വയർ ആണ്. 3² + 0.2 3² + 3 × 0.2 അല്ലേ. ഇനി നിങ്ങൾ 0.2ൻ്റെ സ്ക്വയറാണ് ആദ്യം എഴുതുന്നതെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 3² + 3 × 0.2 × 2 + 0.2ൻ്റെ സ്ക്വയർ. പക്ഷേ ഇവിടെ ഉള്ളത് എന്താണ്, 9 ആണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 + 3 × 2 6 ആണ്. 6 × 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. പിന്നെ 12 എന്ന് മാത്രം എഴുതിയാൽ പോരെ, ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട്. സോ 1.2 എന്ന് കൊടുക്കണം. +0.2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2യുടെ സ്ക്വയർ 4 ആണ്. ഇവിടെ 0.2 പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യയാണ് വരുന്നത്. സോ നമുക്ക് ആൻസറിൽ രണ്ട് സംഖ്യകൾ വരും. 0.04 എന്ന് വരും. ഓക്കെ, ഇത്രയും എഴുതിയാൽ മതിയാകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 23ൻ്റെ സ്ക്വയറാണ്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാട്ടോ, എൻ്റെ അടുത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നതാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 23ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അതിനെ നമ്മൾ എഴുതുന്നത് 20 + 3 എന്ന രീതിയിലാണ് അല്ലേ. 20 + 3ൻ്റെ സ്ക്വയർ എന്നാണ്. സോ നമ്മൾ 20ൻ്റെ സ്ക്വയർ + 20 × 3 × 2 + 3ൻ്റെ സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാം. 20ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര, ഇവിടെ ഇത്രയും എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ശരിക്കും വരുന്നത് ഇവിടെ 400 എന്നായിരുന്നു, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 20ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. ഇവിടെ ഒരു 0 ആയതുകൊണ്ട് സ്ക്വയർ കാണുന്ന സമയത്ത് നമുക്ക് 2 0 ഇട്ട് കൊടുക്കണം. 20 × 3 × 2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ 20 × 3 3 2 6 ആണ് അല്ലേ. അപ്പോൾ 60 × 2 എന്ന് പറയുമ്പോൾ 120 എന്ന് വരും. 120 + 9 ഈ ഒരു ഭാഗമാണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. 23ൻ്റെ സ്ക്വയർ + 400 എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ളതൊന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്ന വേറൊരു മോഡൽ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്ക് വരുന്നത് വർഗ്ഗം കാണുക എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ പകുതി വെച്ച് നിർത്തിയാൽ പോരാ, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. ഇവിടെ 26ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 20 + 6 എന്ന് എഴുതുന്നു. 26ൻ്റെ വർഗ്ഗം കാണുന്ന സമയത്ത് 20 + 6 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കും. ഇനി ആദ്യ നമ്പറിൻ്റെ സ്ക്വയറായ 20ൻ്റെ സ്ക്വയർ + 20 × 6 × 2 + 6ൻ്റെ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഇവിടെ 20ൻ്റെ സ്ക്വയർ കാണണം അല്ലേ. അപ്പോൾ ആദ്യം 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ ഒരു 0 ആയതുകൊണ്ട് നമുക്ക് 2 0 ഇട്ട് കൊടുക്കണം. 20 × 6 എന്ന് പറഞ്ഞാൽ 120 ആണ് വരിക. 120 × 2 240 + 6ൻ്റെ വർഗ്ഗം 36, 6 36 ആണ് അല്ലേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം കേട്ടോ. ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്യൽ നിർബന്ധമാണ്. 240 36 6 7 6 676 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പം നമ്മളിവിടെ = 676 എന്ന് കൊടുക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യന് 52 ആണ്. അതിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കേട്ട് ബോറടിക്കുന്നുണ്ടാവും അല്ലേ. 52ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 50 + 2 എന്ന് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും വർഗ്ഗങ്ങളായിട്ട് കാണുന്നു അല്ലേ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ
ഡെസിമൽ നമ്പർ 5.4 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 5.2ന് 5.4ന് 5 + 0.4 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 5.4ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 5 + 0.4ൻ്റെ വർഗ്ഗം. ആദ്യ സംഖ്യയുടെ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 5 × 0.4 × 2 പ്ലസ് 0.4ൻ്റെ സ്ക്വയർ എന്ന് നമ്മൾ എഴുതുന്നു. ഇനി 5ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 പ്ലസ് 5 × 4 5 4 20 ആണല്ലേ. 20 × 2 എത്രയാണ്? 40 വരുന്നത്. യെസ്. അപ്പോൾ ഈ 40 എന്ന് നമ്മൾ എഴുതിയാലും ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4.0 എന്ന് കൊടുക്കുക. 4ൻ്റെ സ്ക്വയർ 4ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 16 അല്ലേ. യെസ്. ഇവിടെ രണ്ട് സംഖ്യകളുടെ ശേഷം വേണം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. സോ നമുക്കിവിടെ ഇവിടെയാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി നോക്കണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പോയിന്റ് ദശാംശമുള്ള സംഖ്യകളെ നമ്മൾ കൂട്ടുന്ന സമയത്ത്, ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സംഖ്യകൾക്കും ദശാംശം കൊടുക്കണം. അതേപോലെ തന്നെ ദശാംശങ്ങളെല്ലാം ഒരേ ലെവലിൽ വരണം. അപ്പോൾ 25.00 എന്നാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. പ്ലസ് 4.0 പോയിന്റുകളൊക്കെ ഒരേ ലെവലിൽ വരണം കേട്ടോ. ആ രീതിയിൽ നമ്മളിതിനെ എഴുതണം. 4.0 പ്ലസ് 0.16 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ആഡ് ചെയ്യാണ്. 6 1 യെസ് 6 1. ഇനി ഇതേ ഭാഗത്ത് തന്നെ പോയിന്റ് വരണം. പോയിന്റ് എഴുതുന്നു 9 2. അപ്പോൾ 29.16 എന്നാണ് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഈ ഒരു 3.2 നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന, പല രീതിയിലൂടെയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ ABC = QR, BC = RP, CA = PQ. അതായത് നമുക്ക് ഇങ്ങനെ തരും, രണ്ട് ത്രികോണങ്ങൾ തരും. അതിലെ 3 വശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെയാണ് ഈക്വൽ ട്രയാങ്കിൾസ് ആകുന്നത്, തുല്യ ത്രികോണങ്ങളാകുന്നത്. അപ്പോൾ SSS ഉണ്ട്, SAS ഉണ്ട്, അതേപോലെ ASA ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും, ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് തരും. അപ്പോൾ ഇവിടെ വരുന്നത് 3 വശങ്ങളാണ് അല്ലേ. 3 വശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ആംഗിൾ C ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR എന്നാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ്. ഇവിടെ ABCയിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, PQRൽ ഒന്നും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഹിൻറ്റിനെ നമുക്ക് താഴോട്ട് എടുത്തെഴുതാം. ABC = QR എന്നാണ്. AB എന്ന വശവും QR എന്ന വശവും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. BC എന്ന വശവും RP എന്ന വശവും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. CA എന്ന വശവും PQ എന്ന വശവും തുല്യമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമ്മളിപ്പോൾ ഈ 3 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. ദീസ് 2 triangles are equal triangles. അപ്പോൾ ബൈ ദ ക്രൈറ്റീരിയ SSS എന്ന് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ, 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്, ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിട്ടുണ്ടെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ. തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഹിൻറ്റ് വെച്ചിട്ട് നമുക്ക് AB = QR ആണ്. AB എന്ന ഈ ഒരു വശവും QR എന്ന ഈ ഒരു വശവും തുല്യമായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ABയുടെ വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ഈ ത്രികോണത്തിൻ്റെ പേര് ABC എന്നായതുകൊണ്ട് ഇവിടെയുള്ള ആംഗിൾ ഏതായിരിക്കും? C ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ C = QR-ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ പേര് PQR ആണ്. അപ്പോൾ QR ഒഴിവാക്കിയ ബാക്കിയുള്ളത് ആംഗിൾ P ആണ്. ഇനി BC എന്ന വശമാണെങ്കിൽ BC നമുക്കിവിടെ ട്രയാങ്കിളിലൊന്നും നോക്കണ്ട അല്ലേ. ആംഗിൾ A ആണ്. RP PQRലെ RP ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കി എന്താണ്? ആംഗിൾ Q ആണ്. യെസ്. ഇനി CA എന്ന സൈഡ് തന്നിട്ടുണ്ട്. CAയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ആംഗിൾ B = PQൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ആംഗിൾ R ആണ് എന്ന് നമ്മൾ എഴുതും. ഇനി നമുക്കിതിൽ നിന്ന് എന്താ കിട്ടുന്നത്? ആംഗിൾ Cയും ആംഗിൾ Pയും ഈക്വലാണ്. Cയും Pയും ഈക്വലാണ്.
ഇപ്പോൾ ഇവിടെ ഈ എ ബി സി എന്ന ത്രികോണത്തിലെ 2 കോണുകൾ നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു ത്രികോണത്തിൻ്റെ സം ഓഫ് ആംഗിൾസ്, ത്രികോണങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 180 ഈ 180 നിന്നും ഈ 2 ത്രികോണങ്ങളുടെയും തുക കുറക്കുകയാണെങ്കിൽ, അതായത് 60 + 40 എന്ന് പറയുന്ന 100 കുറച്ചാൽ ബാക്കി എന്ത് കിട്ടും? 80 കിട്ടൂലേ? ആ 80 ആയിരിക്കും ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി സി എന്ന ത്രികോണത്തിലെ കോൺ സി 80 ആണെങ്കിൽ പി ക്യു ആറിലെ പിയും 80 ആയിരിക്കും. എന്താണോ സി എന്താണോ അത് തന്നെയായിരിക്കും പി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? യെസ്. അപ്പോൾ ആംഗിൾ സി സമം ആംഗിൾ പി സമം 80 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ എ 40 അപ്പോൾ ക്യൂ എന്തായിരിക്കും? 40 ആയിരിക്കും അല്ലേ? ഇനി ആംഗിൾ ബിയും ആംഗിൾ ആറുമാണ്. ബി 60 സോ ആർ എന്തായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം നമ്മളിവിടെ കണ്ടുപിടിച്ചു. എ ബി സി എന്ന ത്രികോണത്തിൽ 3 കോണുകളും കണ്ടുപിടിച്ചു. അതേപോലെ പി ക്യു ആറിലെ എ ബി സിയിലെ സി എന്ന കോണും നമ്മൾ കണ്ടുപിടിച്ചു. പി ക്യു ആറിലെ മുഴുവൻ കോണുകളും നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് കോണുകളാണ് ഈക്വൽ ആയിട്ടുള്ളത് തന്നിട്ടുള്ളതെങ്കിൽ, കോണെന്ന് പറയുമ്പോൾ എങ്ങനെ? 2 കോണും അതിനിടയിലുള്ള വശവും അല്ലേ? അതായത് ഒരു വശവും അതിൻ്റെ 2 എൻഡിലുള്ള കോണുകളും തുല്യമായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ കോണുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ തുല്യമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ? ആ പേരുകൾ തന്നെ നോക്കിയാൽ മതി. എ ബിയുടെ ഓപ്പോസിറ്റ് കോൺ സി. ഇനി കോൺ സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈഡ് എ ബി ആണ്. പിയുടെ ഓപ്പോസിറ്റ് വശം എന്ന് പറയുമ്പോൾ ക്യു ആർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ നമ്മളിവിടെ ട്രയാങ്കിൾ തരാത്തത് കൊണ്ട് ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇതാണ് വരച്ചിട്ടുള്ളത്. എ ബി സി ട്രയാങ്കിൾ എ ബി ആൻഡ് സി. എ സി സമമാണ് എ സിയും എ ബിയും സമമാണെന്ന് തന്നു. അപ്പോൾ ഇവിടെ ഒരു ത്രികോണത്തിലെ തന്നെയാണ് പറയുന്നത് അല്ലേ? ഒരു ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമായിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ വേറെ എടുത്തിട്ടില്ല കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഒരു ത്രികോണം എ ബി സിയിൽ എ ബി സമമാണ് എ സി, കോൺ എ 50 ഡിഗ്രി ആണെങ്കിൽ മറ്റുള്ള കോണുകൾ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എ ബി സിയിലെ എ ബിയും എ സിയും തുല്യമാണ്. അപ്പോൾ 2 വശം, ഒരു ത്രികോണത്തിൻ്റെ തന്നെ 2 വശങ്ങൾ തുല്യമായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയും. സമപാർശ്വ ത്രികോണം. ഓക്കെ, അപ്പോൾ ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ അപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളായിട്ടുള്ള കോൺ ബിയും, അപ്പോൾ ഏതൊക്കെ വശങ്ങളാണോ തുല്യമായിട്ടുള്ളത് അതിൻ്റെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. കോൺ ബിയും ഈ എ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ സിയും തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ എഴുതാം എ ബി സമമാണ് എ സി. അതുകൊണ്ട് ഇതെന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് അതായത് ഐസോസിലസ് ട്രയാങ്കിളാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സമപാർശ്വ ത്രികോണമാണെന്ന് എഴുതുക. എന്നിട്ട് കോൺ ബി സമമാണ് കോൺ സി എന്ന് കൊടുക്കാം. ഓക്കെ, കോൺ ബിയും കോൺ സിയും തുല്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കോൺ എ ആണല്ലോ. യെസ്, കോൺ എ. ഇത് രണ്ടും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ കോൺ എ 50 ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 180 നിന്നും 50 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 130 എന്ന് കിട്ടും. ഇനി 130 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? യെസ്, 65 കിട്ടുമല്ലോ അല്ലേ? ഈ 65 എന്ത് വരുന്നത്? കോൺ ബിയും കോൺ സിയും 65 വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. കോൺ എ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കോൺ എക്ക് പകരം കോൺ ബി ആണ് 50 ഡിഗ്രി തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. സപ്പോസ് ഇൻ എ ട്രയാങ്കിൾ, ഒരു ത്രികോണം എ ബി സിയിൽ എ ബി സമം എ സി, കോൺ ബി സമം 50 ഡിഗ്രി എങ്കിൽ മറ്റുള്ള കോണുകൾ കണ്ടുപിടിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിവിടെ നമ്മൾ വീണ്ടും വരയ്ക്കുന്നു. എ ബി സി ആണ്.
AB എന്ന സൈഡും AC എന്ന സൈഡും ഈക്വലാണ്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് എന്താണ്, ഈ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണ്, അതായത് ഐസോസ്ലസ് ട്രയാങ്കിളാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു കോൺ C സമമാണ് കോൺ B എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ കോൺ B നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് കോൺ C എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രിയാണ്. കോൺ സിയും കോൺ ബിയും 50 ഡിഗ്രിയാണ്. ഇനി നമ്മൾക്ക് കോൺ എ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോൺ എ എന്ന് പറഞ്ഞാൽ എ സമം 180 മൈനസ് കോൺ സിയും കോൺ ബിയും ആംഗിൾ എ സിയും ബിയും എന്താണ്? 50 ഡിഗ്രിയാണ്. അപ്പോൾ 180 മൈനസ് 100, ഇത് 50 വരും, ഇതും 50 വരും. സോ 180 നിന്നും 100 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയാണ്? 80. കോൺ എ 80 ഡിഗ്രിയാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് വരും കേട്ടോ ഇങ്ങനെയൊരു ക്വസ്റ്റ്യന്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്നും തരാതെയും വരാം. അതായത് ഇവിടെ ഇങ്ങനെ വരാം. ഈ ക്വസ്റ്റ്യന് അപ്പാടെ മാറ്റിയിട്ട് എ ട്രയാങ്കിൾ ഈസ് അല്ലെങ്കിൽ ട്രയാങ്കിൾ ABC ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാം. ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെന്ന് നമ്മളോട് നേരിട്ട് പറയും. ഐസോസ്ലസ് ആണെന്ന് പറയും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നമുക്ക് ഐസോസ്ലസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. AB സമം AC എന്ന് പറഞ്ഞു. AB സമം AC ആണെങ്കിൽ അത് ഐസോസ്ലസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എ ട്രയാങ്കിൾ ABC ഈസ് എൻ ഐസോസ്ലസ് ട്രയാങ്കിൾ എന്നിട്ട് നമ്മളോട് പറയുകയാണ് ആംഗിൾ AS ഈക്വൽ ടു 50 ഡിഗ്രി, ഫൈൻഡ് അതർ ആംഗിൾസ്. അതായത് ഒരു ത്രികോണം ഈ ത്രികോണം ABC ഒരു സമപാർശ്വ ത്രികോണമാണ്. കോൺ A 50 ഡിഗ്രി ആണെങ്കിൽ മറ്റുള്ള കോണുകൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഐസോസ്ലസ് ആണെന്ന് നമുക്ക് തന്നല്ലോ. സോ 180 മൈനസ് 50 എന്ന് നമ്മൾ ചെയ്യുന്നു. 180 നിന്ന് 150 പോയാൽ 130 വരുന്നത്. ഇനി 130/2 എന്ന് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടും 65 എന്ന്. സോ നമുക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ A സമം 50, പിന്നെ കോൺ B എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 65 ഡിഗ്രി വരുന്നു. കോൺ C സമം 65 ഡിഗ്രി വരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് MNO, ഇവിടെയും നമുക്ക് ചിത്രം തന്നിട്ടില്ല, ത്രികോണങ്ങളുടെ ചിത്രം നമുക്ക് തന്നിട്ടില്ല. ABC MNO എന്നീ രണ്ട് ത്രികോണങ്ങളിൽ ABയും MNും തുല്യമാണ്, BCയും NOയും തുല്യമാണ്, ACയും MOയും തുല്യമാണ്. then find the equal angles of these triangles എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽ തന്നെയാണ്. ഇവിടെ ഇത് തന്നിട്ടില്ല, ട്രയാങ്കിൾസ് രണ്ടും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾസ് വരയ്ക്കുന്നു. ABCMNO. ABCMNO എങ്ങനെയാണ്? ഇതിൽ AB ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത് നമ്മൾ ഒന്നും കൂടെ താഴോട്ട് എടുത്തെഴുതും കേട്ടോ. അതായത് AB എന്ന വശവും MN എന്ന വശവും തുല്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് AB ഈക്വൽ അത് എഴുതണം കേട്ടോ. AB ഈക്വൽ MN ആണ്. പിന്നെ നമുക്കറിയാം BC ഈക്വൽ NO ആണ്. ഇനിയോ AC ഈക്വൽ MO ആണ്. then find the equal angles of these triangles. അപ്പോൾ ഇങ്ങനെ നമ്മളോട് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങളാണ്, അതിലെ വശങ്ങൾ തന്നു, പിന്നെ നമ്മളോട് ഈക്വൽ ആംഗിൾസ് കോണുകൾ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളിത് എഴുതണം കേട്ടോ. 3 വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. ഇൻ triangles if 3 sides are equal then these 2 triangles are ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എഴുതണം എന്ത്? AB ഈക്വൽ MN ആണെങ്കിൽ അതിൽ നിന്ന് കോൺ ഏത് കിട്ടും? കോൺ C സമം MN ആൻഡ് O. പിന്നെയോ BCയുടേതാണെങ്കിൽ കോൺ A സമം കോൺ M അല്ലേ? ACയുടെ എന്ന് പറയുമ്പോൾ കോൺ B സമം N. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതിൽ ഇല്ലാത്തത് നോക്കിയാൽ മതി കേട്ടോ. AC ആണ്, B ആണ് ഇല്ലാത്തത്, MO ആണ്, N ആണ് ഇല്ലാത്തത്. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് കണ്ടുപിടിക്കുന്നത്, അതായത് എതിർ ആംഗിളുകൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. The picture shows triangle drawn by joining center of a circle and 2 points are. അതായത് ഇതൊരു ഒരു വൃത്തമാണ്. ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ നമ്മളോട് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ
ഈ വൃത്തം അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ട് വരച്ചിട്ടുള്ള 2 വരകളാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് റേഡിയസ് ആണ് അഥവാ ആരമാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ത്രികോണമാണിത്. ഈ ത്രികോണം എന്താണ്? ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്ത് ത്രികോണമാണ് എന്നാണ് നിങ്ങൾ ഉറപ്പിക്കേണ്ടത്. സമഭുജ ത്രികോണമാണ് അഥവാ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് പ്രൂവ് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് അതർ 2 ആംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ എ ബി സി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എ സി എന്ന വശവും ബി സി എന്ന വശവും തുല്യമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇത് റേഡിയസ് ഓഫ് സർക്കിളാണ് അഥവാ ആരമാണ്, ഒരു വൃത്തത്തിൻ്റെ ആരമാണ്. അപ്പം ഈ ട്രയാങ്കിൾ തന്നെ എന്ത് ട്രയാങ്കിളായി? നേരത്തെ പറഞ്ഞ പോലെ സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാങ്കിളായി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സമപാർശ്വ ത്രികോണമാണ്. ഇനി നമുക്കിപ്പോൾ ഇതിൽ നിന്നും എന്ത് കിട്ടും? എ സി അല്ലെങ്കിൽ സി, കോൺ സി എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി ആയിട്ട്. അത് ക്വസ്റ്റ്യൻ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അപ്പോൾ എ സി സമമാണ് ബി സി. എ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ബിയും അതേപോലെ തന്നെ ബി സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ എയും ഈക്വൽ ആയിരിക്കും അല്ലേ? കോൺ ബിയും കോൺ എയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കോൺ സി 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ 180 നിന്ന് നമ്മൾ ആദ്യം 60നെ മൈനസ് ചെയ്യുന്നു. നമുക്ക് 120 എന്ന് കിട്ടും. 120/2 എന്ന് പറയുമ്പോൾ നമുക്ക് 60 ഡിഗ്രി ആണെന്ന് കിട്ടും, ആണല്ലോ. അപ്പോൾ കോൺ എയും കോൺ ബിയും കോൺ സിയും 60 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, സി അവിടെ കോൺ സിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായാലും ഒരു സമഭുജ ത്രികോണമായിരിക്കും. ഓക്കെ, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് എന്ന് പറയുമ്പോൾ അതിന് മാർക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. നല്ല മാർക്കിന് 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അതല്ല 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബാക്കിയുള്ളതും 60 ഡിഗ്രി ആണെന്ന രീതിയിൽ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ഇതാ ഇവിടെയുള്ള 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, അതും കൂടെ ഒന്ന് പറയാം. ഇൻ ദ ഫിഗർ ബിലോ, ചുവടെയുള്ള ചിത്രത്തിൽ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. O എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ സെൻറ്ററാണ്, വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. എ ബി സി ആർ പോയിൻറ്റ്സ് ഓൺ സർക്കിൾ. എയും ബിയും സിയും ഒക്കെ എന്താണ്? ഈ വൃത്തത്തിൻ്റെ പോയിൻറ്റുകളാണ്. വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി? എ ബി സിയിലെ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഞാനിവിടെ ആംഗിൾ കണ്ടുപിടിക്കുന്നതിനുള്ള വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ 2 ചിത്രങ്ങളെ ഒരുമിച്ച് തന്നെന്ന് വിചാരിക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കോണും തന്നിട്ട് ഈ കോണ് കണ്ടുപിടിക്കുക എന്ന് നിങ്ങളോട് പറയും. അതിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കോണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു സർക്കിളായിട്ട് കാണണം, ഒരു വൃത്തമായിട്ട് കാണാം. അപ്പോൾ ആ വൃത്തത്തിനുള്ളിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 120, ഇവിടെ 120, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 360 നിന്നും 240 മൈനസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൈനസ് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്യാനാവും. അപ്പോൾ 0, 6 4 പോയാൽ 2 വരും, 3 2 പോയാൽ 1 വരും. വീണ്ടും ഇവിടെ 120 കിട്ടും. ഓക്കെ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസിന്. രണ്ടും ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു വൃത്തമായിട്ട് തന്നെ കാണണം. ഇനി നമുക്ക് വരാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് പാരലോഗ്രാം അഥവാ സമാന്തരികമാണ്. ഒരു സമാന്തരികമാണെങ്കിൽ അതിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും, എതിർ കോണുകളും തുല്യമായിരിക്കും എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ കോൺ എ തന്നിട്ടുണ്ട് 80 ഡിഗ്രിയാണ്, കോൺ സി കണ്ടുപിടിക്കണം. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കോണല്ലേ കോൺ സി എന്ന് പറയുന്നത്. അപ്പോൾ അതും എത്രയായിരിക്കും വരുന്നത്? 80 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഒരു പാരലോഗ്രാം, ഒരു സമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും, അതേപോലെ തന്നെ എതിർ കോണുകളും തുല്യമായിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ പാരലോഗ്രാമിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ
നമ്മളിതിനെ 2 ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാം. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമാന്തരികത്തിന് തന്നെ, അതായത് ഒരു പാരലോഗ്രാമിൽ തന്നെ 2 ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ 2 ട്രയാങ്കിൾസിൻ്റെ, അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡും ഈ സൈഡും, അതേപോലെ തന്നെ ഈ സൈഡും ഈ സൈഡും. അപ്പോൾ 3 എന്താണ് SSS എന്ന ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടും. അങ്ങനെ നമുക്കതിന് പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം, സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ O എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അല്ലേ? ഫിഗർ O, ചിത്രത്തിൽ O എന്ന് പറയുന്നത് എന്താണ്? ആ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. കോൺ എ എന്ന് പറഞ്ഞിട്ട് 32 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. ABCയിലെ എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ O എന്ന് പറഞ്ഞത്, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? OAC എന്ന ട്രയാങ്കിളിനെ നമ്മൾ പരിഗണിക്കാം. OAC എന്ന ട്രയാങ്കിളിനെ കൺസിഡർ ട്രയാങ്കിൾ OAC. അതിലെ A ആണ് 32 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം OA എന്ന വശവും OC എന്ന വശവും തുല്യമാണ്. അതെന്താണ്? റേഡിയസ് ആണ്, അഥവാ ആരമാണ്. അപ്പോൾ OAയും OCയും തുല്യമാണെങ്കിൽ ആ ത്രികോണം എന്ത് ത്രികോണമായി? ഒരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസ്ലസ് ട്രയാങ്കിളായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? OA എന്ന വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ Cയും OCയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ Aയും തുല്യമായിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു OAC എന്ന ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള കോൺ Cയും കോൺ Aയും തുല്യമാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 32 ആവില്ലേ? യെസ്. ഇനി നമുക്ക് കോൺ O കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കോൺ O എന്ന് പറഞ്ഞാൽ 180 നിന്നും ഈ 32 കൂട്ടിയിട്ടുള്ള 64 മൈനസ് ചെയ്താൽ പോരെ? 64 നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 116 എന്ന് കിട്ടും. 116 സോ നമുക്ക് ഇവിടെ വരുന്നത് 116. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കൊടുക്കുക ട്രയാങ്കിൾ OBC പരിഗണിക്കുക എന്ന് കൊടുക്കുക. ട്രയാങ്കിൾ OBC കൺസിഡർ ട്രയാങ്കിൾ OBC. അതിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 116 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണല്ലോ അടുത്തത് വരുന്നത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 180 നിന്നും കോൺ O എന്ന് പറയുന്നത് എത്ര കിട്ടും? കോൺ O എന്ന് പറഞ്ഞാൽ 180 മൈനസ് 116 ചെയ്താൽ പോരെ? കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ വരുന്നത്. 180 നിന്നും 116 നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 64 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ, ഈ ഒരു O എന്ന് പറയുന്നത് എത്രയാണ്? 64 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലും എങ്ങനെ വരുന്നുണ്ട്? ഇവിടെ OB എന്ന ആംഗിളും ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. യെസ്, ഇതിൽ OBC ആണ്. O എന്ന് പറയുന്നത് 64 എന്ന് കിട്ടി. നമുക്കിനി OB എന്ന സൈഡും അതേപോലെ തന്നെ OC എന്ന സൈഡും തുല്യമാണ്. അപ്പോൾ ഈ OBയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന OB എന്നതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് കോൺ C ആണ്. ഈ കോൺ Cയും അതേപോലെ തന്നെ OCയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ Bയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 180 നിന്ന് ഇതൊരു സമപാർശ്വ ത്രികോണമാണെന്ന് കിട്ടില്ലേ? 180 നിന്നും ഈ 64 നമ്മൾ മൈനസ് ചെയ്യുന്നു. 180 നിന്നും 64 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 116 എന്ന് കിട്ടും. ഈ 116നെ നമ്മൾ 2 ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, 58 എന്ന് കിട്ടും അല്ലേ? 58 അല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോൺ Bയും കോൺ Cയും എന്തായി? കോൺ B സമം കോൺ C സമം 58 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് ഓവറോൾ നമുക്ക് വരയ്ക്കാനുള്ളത്. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു ചിത്രമായിട്ട് വരച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ, ഞാനിത് വലിയൊരു ട്രയാങ്കിളായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഇത് നമുക്ക് 32 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും അല്ലേ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെയും 32 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 116 ആണെന്ന് നമ്മൾ എഴുതി, ഇവിടെ 64 ആണ്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 58 ആണ്. ഇതും 58 ആണ്. യെസ് അല്ലേ? ഓൾ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺ A എന്ന് പറയുന്നത്, കോൺ ABC, ഇവിടെ കോൺ A എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. ഇനി കോൺ B എത്രയാണ്? 58 ആണ്. കോൺ C എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടണം. ഈ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് അത് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 90 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ എല്ലാ ആംഗിളുകളും കണ്ടുപിടിച്ചിട്ടുള്ള രീതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ നിങ്ങൾ ഐസോസ്ലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ് എന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിനെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? PQ 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നു. PQ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. കോൺ O എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. P 55 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ ആട്ടോ, ഇത് Z അല്ല. കോൺ R കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മൾ ഒരുപാട് വർഷമായി നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പോൾ 180 നിന്നും ഈ 2 കോണുകളും കൂടെ കൂട്ടുന്നത് മൈനസ് ചെയ്യുക. അതായത് 70ഉം 55ഉം ആണല്ലോ.
അല്ലേ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടുമല്ലോ. യെസ്. അപ്പോൾ ഈ 125 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 65 വരുന്നത്. സോ ഇവിടെയും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? സോറി 55 കിട്ടുന്നത് അല്ലേ? അതായത് 7ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 5 സോ 55 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും 55 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും കോണുകളെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? കോൺ പി 55 ഡിഗ്രിയാണ്, കോൺ ആർ 55 ഡിഗ്രിയാണ്, കോൺ ക്യൂ 70 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിവിടെ കിട്ടി 55 ഡിഗ്രി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ക്യു ആർ? ക്യു ആറിൻ്റെ ലെങ്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്യു ആറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് 2 കോണുകൾ തുല്യമായിട്ട് കിട്ടി. ഒരു ത്രികോണത്തിൻ്റെ 2 കോണുകൾ തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയും. ഓക്കെ, സമപാർശ്വ ത്രികോണമാണെന്ന് പറയും. ഈ സമപാർശ്വ ത്രികോണത്തിൽ നമ്മൾ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം കോൺ പി സമം കോൺ ആർ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ക്യു ആർ എന്ന സൈഡും ആറിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന പി ക്യു എന്ന വശവും തുല്യമാണെന്ന് കിട്ടൂലേ? സമപാർശ്വ ത്രികോണമായതുകൊണ്ട്. അപ്പോൾ പി ക്യു എന്ന വശവും ക്യു ആർ എന്ന വശവും തുല്യമാണ്. അപ്പോൾ പി ക്യു എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ക്യു ആർ എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ടല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് പല രീതിയിലും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് തന്നെയാണ് വരുന്നത്. കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് സമപാർശ്വ ത്രികോണം, അതുപോലെ തന്നെ സമഭുജ ത്രികോണം വരാം കേട്ടോ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണത്തെയാണ് അവിടെ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ത്രികോണമായിട്ട് പറയാൻ പറ്റും? സമഭുജ ത്രികോണമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ സമാന്തരികവും ഒന്ന് നോക്കുക, പാരലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. താങ്ക് യു.